വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നുള്ളത് വാച്ചിൽ വെട്ടാനാണ് ഗൈസ്. കുറേ മാനങ്ങളുണ്ട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര പൊടി എല്ലാവരും ഉണ്ട് ഗൈസ്. ഞാൻ മനയിമ എന്നുവെച്ചാൽ എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വാസിത് വെറ്റ്ലാൻഡിലേക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര വെയിൽ, ദുബൈത്തെ വെയിലിനെ കുറിച്ച് പറയണ്ടല്ല. 45-50 അങ്ങനെ എന്തോ ഡിഗ്രി ഉണ്ടായിരുന്നു ഗൈസ്. ചൂട് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട്. അതിൻ്റെ അപ്പുറം കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇതാ നമ്മൾ ആദ്യം തന്നെ അവരെ അവിടെ ഒരു റിസപ്ഷനിലേക്ക് നമ്മൾ പോയി. അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അതിൻ്റെ കുറച്ച് സൈഡിൽ തന്നെ കുറേ ബേർഡ്സും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ ഫ്ലമിംഗോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഒരുപാട് തരത്തിലുള്ള പക്ഷികളുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് അങ്ങനെ കാണുന്നില്ല ഗൈസ് വീഡിയോയിൽ. കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മഡ് ഫ്ലാറ്റ് ബേർഡ്സ്, അങ്ങനെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ഇവിടെ ഒരാളാണെങ്കിൽ ഓരോന്നിനെ കാണുമ്പോൾ ഓരോന്നിനെ കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഒന്നും ഒരുപോലെയല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാം ഒന്നിൻ്റെ ഉള്ളിലാണ്, പക്ഷെ ഓരോ സ്ഥലത്തായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ്. ശരിക്കും ഇത് കാണാൻ വെച്ചാൽ നമുക്ക് വെയിലില്ല എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് പുറത്തൊരു നമ്മൾ ഗ്ലാസ്സിനുള്ളിലാണ് അത് കാണുന്നത്. അപ്പം തന്നെ ഭയങ്കര രസമാണ് ഗൈസ്. ഇതിൻ്റെ പേരെന്താ മറന്നുപോയി ഗൈസ്. പിന്നെ ഇതാ അവിടെ നമ്മൾ കയറിയ സമയത്ത് സൈഡിലൊരു പാമ്പിനെ കണ്ട് ഗൈസ്. പക്ഷേ പാമ്പിൻ്റെ വീടെടുക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് പാമ്പ് ഉള്ളിൽ കയറി ഗൈസ്. ഒരു മണ്ണിൻ്റെ കളറിലൊരു പാമ്പാണ്. പിന്നെ ഇതാ എന്താ പേര്, ഇന്ത്യൻ സിൽവർ ബേർഡോ അങ്ങനെ എന്തോ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫ്ലമിംഗോസ്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതിൻ്റെ പേരൊന്നും അങ്ങനെ പറഞ്ഞിട്ട് തീരില്ല. പിന്നെ കുറേ എണ്ണത്തിൻ്റെ എഗ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു അറേബ്യൻ എന്തോ എഗ്ഗ്, അങ്ങനെ പേര് പോലും വായിക്കാൻ കിട്ടാത്ത കുറേ എഗ്ഗ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലോസീപ്സിൻ്റെത്, അങ്ങനെ ഒരുപാട് ടൈപ്പുള്ള എഗ്സ് ഉണ്ടായിരുന്നു. ഫ്ലെമിംഗോൻ്റെ എഗ്ഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അവിടെ ഒരു പക്ഷിയുണ്ട്. ഇതൊന്നും നേരെ കാണുന്നില്ല, കാണിച്ചാൽ പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ വീഡിയോ നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ കാണുന്നതെല്ലാം ക്യാമറയും ഇങ്ങനെ പിടിച്ച് നടക്കാണ്, പക്ഷെ കാണുന്നുണ്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല ഗൈസ്. ഇതാ നല്ല രസമാണ്. നിങ്ങൾ എന്തായാലും പോയി നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. എനിക്ക് തോന്നുന്നു 6 മണി വരെ ഉള്ളത്. 6 മണി വരെ ഉള്ളൂ. ഒരു 4 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓവർ വെയിൽ, ചൂടുണ്ടാവും പക്ഷെ അങ്ങനെ വെയിലില്ലല്ലോ. പിന്നെ അവരൊരു വണ്ടിയിൽ കയറ്റി നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പോവാണ്. ഒരാൾ മൊത്തം ഫ്രീ ലുക്കിലാണ് ഗൈസ്. ഇപ്പം ഇതാ പോവാണ്, ഒരു കാടിനൂടെ കാണാം. പക്ഷെ നമ്മളങ്ങനെ കുറച്ച് സ്ലോയിലും അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ്. വെച്ചാൽ സൗണ്ടാക്കാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചാൽ നമ്മളെ മാന് ഒക്കെ ഓടിപ്പോവും. നമ്മളെ കാണുമ്പോൾ തന്നെ മാനിൽ ഓടിപ്പോകുന്നുണ്ട് ഗൈസ് വെച്ചാൽ. പിന്നെ ഒരു വീഡിയോ, അത് ഇവിടെ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് മാനെല്ലാം ഇവിടെ. വീഡിയോ നേരെ ക്ലിയർ ഇല്ല വെച്ചാൽ നമ്മൾ വീഡിയോയിലൂടെ അല്ലല്ലോ നോക്കണം. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ക്യാമറ പിടിച്ചു, അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഫൈൻഡിങ് സ്പേസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്തിൽ നമ്മൾ കയറി. രണ്ടില്ല മാന്, നല്ല രസമാണ് ഗൈസ് കാണാൻ. ഇത് സംഭവിച്ചാൽ നമ്മൾ മാനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തേപ്പുറത്ത് വണ്ടി ഒക്കെ വന്നിട്ട് ആ മാൻ ഓടിപ്പോയി ഗൈസ്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇതാണ് നല്ല സീയിങ് ഫിഷിൻ്റെ പേരെന്ന് ഞാൻ മറന്നുപോയി. വൈനക്കുള്ളിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരമുള്ളൊക്കെ കാണും, പക്ഷെ തൊടാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയും ചൂടാണ് മൈനക്കുള്ളിലൊക്കെ. എന്നാലും നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ കയറി നോക്കി. പിന്നെ നമ്മളൊരു സാധാരണ കാട് പോലെയുള്ള സ്ഥലത്തിലേക്ക് പോവാണ് ഗൈസ്. ഭയങ്കര എന്താ പറയുക, കുറച്ച് തണലൊക്കെ തന്ന് ശരിക്കും ഒരു കാട് പോലെ തോന്നിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്, അല്ലാതെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് നല്ലൊരു സ്പേസ് തന്നെയാണ്. നിങ്ങൾ നാച്ചുറലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ സുബിച്ചാർ ഇവിടെ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും ഗൈസ്. കാടും മലയും ഒക്കെ ആയിരിക്കും. ഇതൊരു സാധാ ഒരു കാട് പോലെ ഉണ്ട് ഗൈസ്. പക്ഷെ അവിടെ ഒരു എന്തോ സീയിങ് സ്പേസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വെയിലിൻ്റെ ഇത് അതിക്രമം കൊണ്ട് നമ്മളൊന്ന് പോയിട്ട് നമ്മൾ നേരത്തെ ബൈനോക്കുലറിന് കൂടി നോക്കിയ സ്ഥലം ഇതാണ്. അതിലൊക്കെ ദൂരം ഇങ്ങനെ ഫ്ലമിംഗോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര പുകയാണ് ഗൈസ് ഇതിനെ വെച്ചാൽ. ഞാൻ നെയ്മ ബാക്കിലിരുന്ന് ഇങ്ങനെ
ജസ്റ്റ് ബാക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലിരുന്ന്. പക്ഷേ പൊടി അതികഠിനമായിരുന്നു ഗൈസ്. ബാക്കിൽ നിന്ന് ഇങ്ങനെ എന്തായാലും സാധാ വണ്ടി ഇങ്ങനെ ഓടിക്കുന്ന പൊടി മണ്ണാകുമ്പോൾ നല്ല പൊടിയായിരിക്കും. പിന്നെ നമ്മൾ ബാക്കിൽ ഓടിക്കുന്ന പറയണ്ടല്ലോ. പിന്നെ കുറച്ച് പൊടിയൊക്കെ. പിന്നെ നമ്മുടെ ഡ്രൈവർ ഒരു മലയാളി ചേട്ടനായിരുന്നു, സെറ്റായിരുന്നു. എല്ലാം നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇംഗ്ലീഷ് നമുക്ക് അറിയെങ്കിലും നമുക്ക് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ രസം. പിന്നെ ഇതായപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തോന്നുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു വഴിയിലേക്ക് കയറും, അതായത് തിരിച്ചതിൽ തന്നെ പോകും. പക്ഷെ നമ്മൾ ഫസ്റ്റ് അതിലേക്ക് കയറിയിട്ട് ഒരു സ്ഥലത്തേക്ക് തിരിയും, പിന്നെ അവിടുന്ന് മറ്റേതിൽ ചുറ്റി വരും. അങ്ങനെയൊക്കെയാണ് ശരിക്കും സംബന്ധിച്ചത്. എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. കണ്ടില്ലേ ഗായ്സ്, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഫസ്റ്റ് ചെറിയ പിന്നെ കാണിച്ചാൽ മാനൊക്കെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കുന്തം പോലെ നിൽക്കുന്നുണ്ടായി ഫസ്റ്റൊക്കെ. പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നിയൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ സൗണ്ടൊക്കെ കേൾക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി കടന്നിട്ട് പോകട്ടാ. അതിലെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വണ്ടി വന്നപ്പോൾ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു പോയി ഗൈസ്. ആ വീഡിയോ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം ഉള്ളിൽ പോയ മാനിനൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ പൊടി ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പൊടി വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കണ്ടു. അതായത് ഞാനിപ്പം അധികം ഇങ്ങനെയായിരുന്നു കണ്ടത്. തട്ടത്തിൻ്റെ മുറ്റത്തേക്ക് വേരില്ലാതെ കാണുകയും ചെയ്യാൻ, പൊടി എടുക്കുകയും എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ പൊക്കി നോക്കാൻ കഴിച്ചു. പിന്നെ ഇതാ വീഡിയോയുടെ സമയത്ത് ഞാൻ മൊത്തം മൊത്തം മാറ്റിയിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പിന്നെ നമുക്ക് മാനില്ലാതെ ഒരുപാട് കുറച്ച് ബേർഡ്സിനും കാര്യങ്ങളൊക്കെ ഇടയിൽ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ കയറിയെടുത്തൊക്കെ തിരിച്ചെത്തി ഗായ്സ്. എന്തായാലും നല്ല അടിപൊളി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നും. പിന്നെ അവിടെ നിന്ന് വിശന്നിട്ട് വയ്യായിരുന്നു ഗൈസ്. നമ്മളെല്ലാവരും കൂടി പോയി. അപ്പം ഞാൻ പറഞ്ഞത് സാധാ ചോറില്ലേ, അപ്പോൾ നെയ്മ പറഞ്ഞത് എന്താ പറയുക പൊതിച്ചോറായിരുന്നു. പക്ഷെ എനിക്ക് പൊതിച്ചോറ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കിങ്ങനെ കുറേ കറിയൊക്കെ വെച്ച് മിക്സായിട്ടുള്ള ഒരു സംഭവമാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് എൻ്റെ തന്നെയാണ് ഇഷ്ടമായത്. പിന്നെ ലാസ്റ്റ് കുറച്ച് പായസവും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.